ഹായ് ഗൈസ്, നമുക്കിന്നൊരു ബീഫ് കറി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ചട്ടിയിലേക്ക് ബീഫ് നന്നായി കഴുകി ഇറക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ നമ്മൾ എരിവിനനുസരിച്ചാണ് മുളക് പൊടി ഇടുന്നത്. ഞാനിതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കി കുരുമുളക് പൊടിയാണ് ഇടുക കേട്ടോ. ഇനി അടുത്തത് ഉപ്പ് പാകത്തിനാണ് ഇടേണ്ടത്. ഈ ബീഫ് കറി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കട്ടെ. അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. നന്നായി അരച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കങ്ങനെ നന്നായി അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിങ്ങനെ കുത്തിയിട്ടിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് 2 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. 3 പച്ചമുളകും 1.5 ഉള്ളി, വലിയ ഉള്ളി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടണം. കുറച്ചിട്ടാൽ മതി, കൂടുതലാണെന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എണ്ണം കേട്ടോ, ഞാൻ കുറച്ചതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാല, മീറ്റ് മസാല ഉണ്ടോ, കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കണം. അതിന് മുമ്പ് കുറച്ച് ഉലുവയും വെള്ളം കുറച്ച് തോനെ വെച്ചിട്ടുണ്ട്. ബീഫ് അതിനെ കൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ, നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ 2-3-4 മണിക്കൂറിന് ശേഷം നമ്മൾ ബീഫ് കറി റെഡി ആയിട്ട് നല്ല വറ്റി റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് വറവിട്ട് വെച്ചാണ്.